ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഏപ്രിൽ 15 വിഷു ആണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. നമുക്ക് പിന്നെ വിഷു ഒന്നുമില്ല, അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ദിവസങ്ങളൊന്നും നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എന്തായാലും ഇന്ന് നമുക്ക് വിഷു ആയതുകൊണ്ട് കുറച്ച് സർജും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ റോഡ് ഭയങ്കര കാലിയായിരിക്കും എന്നും കൂടെ വിചാരിക്കുന്നു. കാരണം നമുക്കിന്ന് വിഷു ആയതുകൊണ്ട് എല്ലാവരും ലീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് വിഷു ദിനത്തിൽ നമുക്ക് പോയിട്ട് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത് നോക്കാം. എൻ്റെ ഒരു ടാർഗറ്റ് രണ്ടാമത്തെ സ്ലാബ് 500 രൂപ, ഇതാണ് എൻ്റെ ടാർഗറ്റ്. പക്ഷെ സർജ് ഉള്ളത് കൊണ്ട് ഇന്ന് കൂടുതൽ അടിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. യെസ് ഗൈസ്, നമ്മളങ്ങനെ സോണിൽ എത്തിയിരിക്കുകയാണ്. 10:15 ഇപ്പോൾ സമയം. നമുക്ക് ഡ്യൂട്ടി ഓൺ ചെയ്യാം. 11 മണിക്കാണ് നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡ്യൂട്ടി ഓൺ ആയിട്ടുണ്ട്. ഇന്ന് വിഷു ആയിട്ട് സർജ് ഒന്നുമില്ലേ? ഓൺ ആക്കിയിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്കും നമുക്ക് 58 രൂപയുടെ ഓർഡർ. എൻ്റെ അമ്മ, ഫസ്റ്റ് ഓർഡർ തന്നെ ഭയങ്കര ലോങ് ആണല്ലോ. നമുക്ക് ആദ്യത്തെ ഓർഡർ തന്നെ 58 രൂപയുടെ രത്നാകര ഫാമിലി റെസ്റ്റോറൻ്റ് എന്നാണ് എടുക്കാനുള്ളത്. കുറച്ച് ലോങ് ആണ്. സർജ് ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ബെറ്റർ ആയിരുന്നു. ഇന്ന് വിഷു ആയിട്ട് എന്താ ഇങ്ങനെ? സാധാരണ വിഷു ദിവസങ്ങളിലൊക്കെ 10, 11, 12 ആ സമയങ്ങൾക്ക് ഒരു 10 രൂപയെങ്കിലും സർജ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, ഇനി 12 മണിക്ക് ശേഷം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. അയ്യേ, വിഷു ആയിട്ട് ഒമാർ സർജ് ഇട്ട് നോക്കിയേ. 6 to 10 20 രൂപ, 12 to 3 30 രൂപ. അതായത് 10 മണിക്ക് ശേഷം പിന്നെ 12 മണിക്കാണ് തുടങ്ങണത്. ഓക്കെ, പിന്നെ വൈകുന്നേരം 7 to 10 30 രൂപ. ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾ വേറെ ഒന്നും മേടിച്ചിട്ടില്ലെങ്കിലും ഈ മാസ്ക്, ഇതും നമ്മുടെ ഫേസിലിടുന്ന ബാലക്ലാവ മാസ്ക് ആണ്. ഈ മാസ്കും അതുപോലെ തന്നെ ഈ ഗ്ലൗവും നിങ്ങൾ മേടിച്ച് വെച്ചോ, ഇല്ലെങ്കിൽ കരിഞ്ഞ് കത്തിപ്പോവും. അമ്മാതിരി ചൂടാണ് ഗൈസ്. എൻ്റെ മുഖം നോക്കിയാൽ നിങ്ങൾ നന്നായിട്ട് ടാൻ അടിച്ച് വെളുത്ത് തുടുത്തിരിക്കുന്ന ഞാനിപ്പോൾ എല്ലാം കൂടെ കരിക്കട്ട പോലെയായി. ഇന്ന് ഞാൻ വേറൊരു പരിപാടിയും കൂടെ നോക്കുന്നുണ്ട്. വേറൊന്നല്ല, നമ്മൾ കിലോമീറ്ററിന് കണക്ക് പറയുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടുന്ന് വീട്ടിലേക്ക് തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതും അടക്കമുള്ള കിലോമീറ്റർ ആണല്ലോ നമ്മൾ എപ്പോഴും പറയാറ്. സോ അത് മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ 0 ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഓർഡർ എടുക്കാനായിട്ട് പോവാണ്. നമ്മളിപ്പോൾ സോണിന്റെ ഉള്ളിൽ ഓർഡർ എടുക്കാനും ഓർഡർ ഡെലിവറി ചെയ്യാനും ഒക്കെ കൂടെ എത്ര കിലോമീറ്റർ എടുക്കുന്നു എന്നുള്ളതിന്റെ ഒരു ടോട്ടൽ കണക്കാണ് ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കുന്നത്. ഇത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവണേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന. വിഷു ഒക്കെ ആയിട്ട് എല്ലാരും കളർഫുൾ ആയിട്ട് ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിലൊക്കെ പോയി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊക്കെ എന്ത് വിഷു ഗൈസ്, എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ തന്നെയാണ്. വിഷു വന്നാലും ശരി, ഓണം വന്നാലും ശരി. ഞാൻ ആക്ച്വലി ഈ മാസത്തിലെ ആദ്യത്തെ ദിവസമാണ് ഇന്നിപ്പോ പണിക്ക് ഇറങ്ങുന്നത്, അതും വിഷുവിന് തന്നെ. ഈ കഴിഞ്ഞ 15 ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് ആക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കാനും അതുപോലെ തന്നെ കുറച്ച് സിനിമകളുടെ മീറ്റിങ്ങിനും അതിനും ഇതിനും ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്രയും ദിവസം വർക്കിന് വരാതിരുന്നത്. ഇങ്ങനെ ഞാൻ കുറച്ച് അലഞ്ഞ് തിരിഞ്ഞങ്ങ് നടന്ന സമയത്ത് എന്റെ കയ്യിൽ 5ന്റെ പൈസ തീർന്നു ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ബാക്ക് ടു സ്വിഗ്ഗി ഒരു 2 ദിവസം അടുപ്പിച്ച് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ വെറും കാലിയായി പോകും. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് വിഷു ആയിട്ട് പോലും ഞാൻ തിരക്ക് പിടിച്ച് ഇറങ്ങി പോകുന്നത്. നമ്മുടെ ആദ്യത്തെ റെസ്റ്റോറന്റ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ പൊന്നെ, വിഷു ആയിട്ട് വണ്ടി വെക്കാൻ പോലും സ്ഥലം ഇല്ലല്ലോ. ഇതിനിടയിൽ കയറ്റി വെക്കാല്ലേ. ഓർഡർ റെഡി ആയിട്ടുണ്ടോ എന്തോ? 3 പൊറോട്ട 2 മുട്ടക്കറി. ഇതെടുക്കണ്ടേ? ഏത് കാട്ടുമുക്കിലേക്കാണ് അത് ഓർഡർ കിട്ടിയത്? 58 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഓടാനായിട്ട്. എന്തോന്നിത്? എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ. 7.5 കിലോമീറ്ററാ. അതായത് ഇപ്പൊ ഞാൻ റെസ്റ്റോറന്റിലേക്ക് വന്ന് കിലോമീറ്റർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഏതായാലും നന്നായി. അപ്പൊ ഏകദേശം നമുക്കൊരു കിലോമീറ്ററിന് എത്ര രൂപ വെച്ച് കിട്ടുന്നുള്ളത് അറിയാലോ. ഈ കിലോമീറ്ററിന് 5 രൂപ വെച്ച് കിട്ടുന്നു പറയുമെങ്കിലും ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആവാറുണ്ട്. ഓക്കെ, ഞാനിപ്പോ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ലൊക്കേഷനിൽ നിന്നും റെസ്റ്റോറന്റിലേക്ക് 2 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. സോ ഈ 7.5ഉം 2 കിലോമീറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 9.5 കിലോമീറ്റേഴ്സ്. അപ്പൊ കിലോമീറ്ററിന് 5 രൂപ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 കിലോമീറ്ററിന് 50 രൂപ. നമുക്ക് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത് 58 രൂപ. സോ 8 രൂപ നമുക്ക് അധികമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സ്വിഗ്ഗിക്ക് തിരിച്ചു കൊടുത്താലോ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഓർഡർ തന്നെ ഒരു വലിയ രീതിക്കുള്ള ഓർഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് 3 പൊറോട്ടയും 2 മുട്ടക്കറിയുമാണ് ഗൈസ്. പോകാനുള്ള ദൂരം 7.5 കിലോമീറ്റർ ആണ്. നമുക്കിത് തൊണ്ടയാട് ഭാഗത്തേക്കാണ്. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. നല്ല എനർജി ഉണ്ട്. ഇതിപ്പോ നമ്മൾ 9.5 കിലോമീറ്റർ വെച്ചത് 10 കിലോമീറ്റർ ആയി കേട്ടോ. വെറുതെ അല്ല നമുക്ക് 58 രൂപ അധികം തന്നത്, 8 രൂപ നമുക്ക് അധികം തന്നത്. നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈശു. ഹലോ, സ്വിഗ്ഗി എന്നാണ്. ഓക്കെ, ഗോകുലം അല്ലേ വീട്ടു പേര്? ഫ്രണ്ടിലുണ്ട്.
അടുത്ത ഓർഡർ പെരുമഴയാണല്ലോ. ഞാനിപ്പോ ആക്ച്വലി സോണിന് പുറത്തേക്കാണ്, എന്നിട്ട് പോലും നമുക്ക് 66 രൂപയുടെ അടുത്ത ഓർഡർ അടിച്ചു. അപ്പൊ ചറവറ ഓർഡറാണ്. ഇത് എവിടുന്നത്? ഹോംലീസോ? ഇതൊക്കെ ഏത് റെസ്റ്റോറന്റ്? ഇപ്പൊ കിട്ടിയ റെസ്റ്റോറന്റ് ഒക്കെ എന്തായാലും മാവ് റോഡ് സോണത്തെയാണ്, ഞാൻ ബീച്ച് റോഡ് സോണത്തെയാണ്. അപ്പൊ എനിക്ക് വേറൊരു സോണിന്ന് ഇതേമാതിരി ഓർഡർ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇന്ന് ചറവറ ഓർഡർ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്തായാലും പോയി നോക്കാം. രണ്ടാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഹോംലീസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ആണ്. റെസ്റ്റോറന്റ് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എന്ത് കുന്തത്തിലാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, പോയി നോക്കാം. ഈ റെസ്റ്റോറന്റ് ഫ്ലാറ്റിന്റെ ഉള്ളിലാണോ? നമ്മളിപ്പോ ഉള്ളത് ഹൈലൈറ്റിന്റെ മെട്രോമാക്സ് എന്ന് പറഞ്ഞ ഫ്ലാറ്റിലേക്കാണ്. ഇവിടുന്നാണ് നമുക്കിപ്പോ ഓർഡർ എടുക്കാനുള്ളത്. എന്തായാലും വണ്ടി ഇവിടെ വെക്കാം, എന്നിട്ട് പോയി എടുത്തിട്ട് വരാം. ഈ നമുക്കിപ്പൊ കിട്ടിയ ഓർഡർ പോലത്തെ ഓർഡർ, അതായത് ഇതേപോലത്തെ ഫ്ലാറ്റുകളിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ മാളുകളിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ളതിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നല്ലോണം ടൈം പോകും. നമ്മളിപ്പോ ഓരോ ഓർഡർ അവിടെ പോയി നമ്മൾ പാർക്ക് ചെയ്ത് സെക്യൂരിറ്റിന്റെ അടുത്ത് ഡീറ്റെയിൽസ് കൊടുത്ത് മുകളിൽ കയറി ഫുഡ് പിക്കപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും 15 മിനിറ്റ് അവിടെ ഡിലേ ആവും. സോ അങ്ങനത്തെ ഒരു 2-3 ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ അങ്ങനെ തന്നെ പോകും. ഓർഡർ എടുക്കാനുള്ള ടൈം കൊണ്ട് തന്നെ പോയി പോകും. പിന്നെ ഞാനിപ്പോ സ്വിഗ്ഗി ഡെലിവറി ബോയിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു ഷിഫ്റ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഈ ഡേ ഷിഫ്റ്റ് മാറ്റിയിട്ട് നൈറ്റ് ഷിഫ്റ്റിലോട്ട് ചേഞ്ച് ചെയ്യണം. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു 2 ആഴ്ചയായി ഈ ഷിഫ്റ്റ് ചേഞ്ചിങ് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇവരാക്കി തരുന്നില്ല. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും ഇതേപോലെ തന്നെ ഡേ ടൈമിലെ ഷിഫ്റ്റ് എല്ലാം കൂടെ നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. കാരണം ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങി ഒന്ന് അകത്ത് കയറുമ്പോഴത്തേക്കും കത്തിപ്പോന്നു ഗൈസ്. അപ്പൊ പിന്നെ ഈ ഒരു ഡേ ടൈമിൽ നിങ്ങൾ ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ഈ നട്ടപ്പൊരി വെയിലത്ത് വർക്ക് ചെയ്യുന്നവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനുണ്ടല്ലോ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പണിക്കിറങ്ങിയിട്ടില്ലല്ലോ. ഇന്നാണ് ഇപ്പൊ ആദ്യമായിട്ട് പണിക്കിറങ്ങുന്നത് 15-ാം തീയതി. ഈ 2 ആഴ്ചയും നമ്മളിപ്പോ ഷിഫ്റ്റ് ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്. ഷിഫ്റ്റ് ചേഞ്ച് ആക്കാനുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടാണ് അത് മാറുക. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച മാത്രമേ ഈ ഷിഫ്റ്റ് ചേഞ്ച് ആയോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഈ വീക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം 6:30 മണി മുതൽ 11:30 വരെ ആക്കാനായിട്ട്. അല്ലാതെ വേറെ രക്ഷയില്ല. എനിക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് നടക്കാവ് ഭാഗത്തെ ഷിബ ഹോസ്പിറ്റലിലേക്കാണ്. സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ. നമ്മൾ അങ്ങനെ ഷിബ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ്. സോ ഇവിടെ വണ്ടി കയറ്റാൻ പറ്റില്ലല്ലോ, ഇങ്ങോട്ട് കയറ്റാല്ലേ. ഇനിയിപ്പോ ഇത് അകത്തേക്ക് കൊണ്ടു കൊടുക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്കൊരു അടുത്ത ടെൻഷൻ. ഓ, ഷൂ ഊരണോ? പിന്നെ എന്റെ പട്ടി വരും. ഞാൻ ഇവിടെ താഴെ എത്തിണ്ട്. ബാക്കോട്ട് റിസപ്ഷന്റെ അവിടേക്കാ? റിസപ്ഷന്റെ അവിടേക്കാ? ഓ, മറ്റേ പ്രെയർ ഹാളിൽ അവിടേക്കാണോ? ശരി. മൂന്നാമത്തെ ഓർഡർ 28 രൂപയുടെ ഹോട്ടൽ മഹാറാണിയോ. ഇത് 2 ആഴ്ച പണിക്ക് വരാതായപ്പോഴത്തേക്കും എത്ര ഹോട്ടലാ പുതിയതായിട്ട് വന്നത്. നമ്മുടെ ലാലേട്ടനൊക്കെ ഇവിടെ ഷൂട്ടിന് വന്നിട്ടുണ്ടെങ്കിൽ മഹാറാണി ഹോട്ടലല്ലേ താമസിക്കുക. സോ ആ മഹാറാണി ഹോട്ടലിലേക്ക് തന്നെയാണ് നമുക്കിപ്പോ ഓർഡർ കിട്ടിയിരിക്കുന്നത്. ഇന്ന് ആക്ച്വലി വർക്ക് ചെയ്യാൻ നല്ല സുഖമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡ് നോക്കിയേ മൊത്തത്തെ കാലി, സൺഡേ പോലും ഉണ്ടാവില്ല ഇങ്ങനെ. പിന്നെ ഇന്ന് ഭയങ്കരമായിട്ട് പല ഷോപ്പുകളും അടച്ചിരിക്കുകയാണ്. ആകെ കൂടെ എനിക്ക് തോന്നുന്നു ഈ മെഡിക്കൽ ഷോപ്പും അതുപോലെ തന്നെ കുറച്ച് ഹോട്ടലുകളും അങ്ങനെയുള്ള കുറച്ച് ചെറുകിട സംഭവങ്ങൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ക്ലോസ്ഡ് ആണ്. കോഴിക്കോടൊക്കെ ഈ ഒരു സമയം ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അതിപ്പോ ഇന്നല്ലാണ്ട് വേറെ എന്നാണ്. പിന്നെ വൈകുന്നേര സമയങ്ങളിൽ ഇനിയിപ്പോ ടൗണിലേക്ക് അടുക്കാൻ പറ്റുമോ? അതായത് ബീച്ച് ഭാഗത്തേക്കൊന്നും ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് അടുക്കാൻ പറ്റൂല. കാരണം അത്രയും തിരക്കായിരിക്കും. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ ബൈക്കിൽ പോകുന്നോണ്ടാണോ എന്ന് അറിയില്ല, എന്ന് ചൂട് പൊതുവെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെയിൽ നല്ല അത്യാവശ്യം വെയിലുണ്ട്. പക്ഷെ ഡെയിലി നമ്മളിപ്പോ ഡേ ടൈമിൽ ഇറങ്ങുന്ന സമയത്തും ഇതേ വെയിലൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ എങ്ങനെടാ നമ്മള് ഡെലിവറി ബോയ്സിന്റെ കാര്യം ഇപ്പൊ പോട്ടെ. ഞാനിപ്പോ ആലോചിക്കുന്നത് ഈ റോഡിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഓ, ഭയങ്കര കാറ്റ്. ഈ റോഡിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഈ കൂലിപ്പണിക്കും ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെ ഈശ്വര പണിയെടുക്കുന്നത്? എനിക്ക് തോന്നുന്നു അവര് നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടാവും ടൈം. അല്ലാണ്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്റ്റാർ ഹോട്ടലായ ഹോട്ടൽ മഹാറാണി. ഇവിടെ ബൈക്ക് എവിടെ വെക്കുന്നോ എവിടുന്ന് ഫുഡ് എടുക്കുന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. തൽക്കാലം ബൈക്ക് ഇവിടെ വെക്കല്ലേ. ഫുഡ് എടുക്കുന്ന എവിടെയാ? റിസപ്ഷനാ. 7457. ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലുലുമാളിന്റെ സൈഡിലേക്കാണ്. ഇവിടുന്ന് ബിരിയാണിയും ബോയിൽഡ് എഗ്ഗും ആണല്ലോ ഇവർ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്റ്റാർ ഹോട്ടലിനാണ്. ഒരു കോമ്പൗണ്ടിന്റെ അകത്തേക്കാണല്ലോ ലൊക്കേഷൻ കാണിക്കുന്നത്. പാറക്കൽ പുതിയ വീട് ടെമ്പിളിന്റെ അടുത്ത്. ഹലോ സ്വിഗ്ഗി എന്നാണ്. ഞാൻ ആ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറിണ്ടേ.
സമയം അങ്ങനെ 1:30 മണിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് ആക്ച്വലി പ്രതീക്ഷിച്ചതിനെക്കാട്ടും ചൂട് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓർഡർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ആക്ച്വലി നിൽക്കുന്നത് തന്നെ എൻ്റെ സോണിന് പുറത്തായിട്ടാണ്. ഇവിടെ നിന്ന് തന്നെ ചറ പറ അങ്ങനെ ഓർഡർ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ച് ചെല്ലുന്ന സമയത്താണ് അടുത്ത ഓർഡർ അടിയുന്നത്. അതായത് സാധാരണ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓർഡർ കിട്ടുമ്പോൾ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ഉണ്ടാവും. ഇന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉമ്മാരെടുത്ത് തൂക്കി അടുത്ത സ്ഥലത്തേക്ക് പറഞ്ഞു വിടും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഞാനിപ്പോൾ വീണ്ടും നമ്മുടെ ചോറൊക്കെ മാറ്റിയിട്ട് ചപ്പാത്തിയിലോട്ട് കൺവേർട്ടായി. അപ്പോൾ ഇനി ഡയറ്റ് തുടങ്ങണമെന്ന് എനിക്കൊക്കെ ആഗ്രഹമുണ്ട്. എത്രത്തോളം പോകുന്നുള്ളത് അറിയില്ല. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ സ്ഥിരം ചപ്പാത്തി ചിക്കൻ കറി. ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. എന്താവോ എന്തോ. ഓക്കെ, അപ്പോൾ ഒരു ചിക്കൻ എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വലിയ കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയില്ല. കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതിലും മോശമാവാൻ അവസ്ഥ മീൻസ് ആവാനാണ് ചാൻസ് കൂടുതൽ. കുഴപ്പമില്ല, എന്തായാലും കഴിക്കട്ടെ. ഞാൻ ഈ നട്ടിച്ച പൊരി വെയിലത്ത് ഒരു തണൽ നോക്കി ഒരു മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് കൈസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിൽ നിന്നൊരു ഓർഡർ കിട്ടുന്നത്. ആക്ച്വലി ഈ ഫർണിച്ചർ കടയുടെ തൊട്ടടുത്താണെന്നാണ് ഇതിൽ കാണിക്കുന്നത്. കുറെ നേരം ഞാൻ തപ്പി ഇവിടെ അവിടെ ഇവിടെയൊക്കെ എവിടെയും കിട്ടിയില്ല. അവസാനത്തെ ഇതിനുള്ളിലായിട്ടാണ് റെസ്റ്റോറന്റ് വരുന്നത്. ഒരു സൈൻ ബോർഡ് പോലും ഇല്ലല്ലോ ഇതിന്. എങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടെന്ന് ഇവിടെ മനസ്സിലാക്കും? എനിക്ക് തോന്നുന്നു ഈ ഫർണിച്ചർ കടയ്ക്ക് വേണ്ടി മാത്രമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ്. ഓ, ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലേ. ഞാനിതേ നല്ലൊരു മരത്തണലും പോരാത്തതിന് നല്ല മോരും വെള്ളവും. ഞാനിപ്പോ ഇവിടുന്ന് കുടിക്കാൻ വേണ്ടി തന്നെ ഈ ഭാഗത്തേക്ക് വന്നതാണ്. കാരണം ഇവിടെ ആകുമ്പോൾ നല്ല ഉപ്പിലിട്ടതും അതുപോലെ തന്നെ നല്ല മോരും വെള്ളവും സർവത്തും ഒക്കെ ഉണ്ട്. നമ്മളുണ്ടല്ലോ ആക്ച്വലി ഇപ്പൊ 12 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പൊ നമ്മൾ സോണിൽ കൂടെ ഓർഡർ എടുക്കാനും ഡെലിവറി ചെയ്യാനും വേണ്ടി മാത്രം 77 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 650 രൂപയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. അറിയാലോ, നമുക്ക് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 30 രൂപ സർജ് ഉണ്ടായിരുന്നു. പക്ഷെ 12 to ഇപ്പൊ സമയം 3 മണിയായി. ഇപ്പൊ ഒന്നും നമുക്ക് സർജ് അവൈലബിൾ അല്ല. 12 to 3 എനിക്ക് ഏകദേശം തോന്നുന്നു 4 ഓർഡർ മാത്രമേ 4-5 ഓർഡർ മാത്രമേ മാക്സിമം കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ 2 ഓർഡറും ബാച്ച് ഓർഡർ ആയിരുന്നു. ആ ബാച്ച് ഓർഡറിൽ ഓർഡർ റെഡി ആവാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 1/2 മണിക്കൂറാണ് ഒരു റെസ്റ്റോറന്റിൽ എനിക്ക് പോസ്റ്റ് ഐഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ തരുന്നത് മൊത്തം സർജ് ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് അറിയാലോ ഏറ്റവും കൂടുതൽ ലോങ് ഇട്ട് തരും. അതായത് 150-160 രൂപയുടെ ഓർഡർ ഒക്കെയാണ് എനിക്ക് തരുന്നത്, ബാച്ച് ഓർഡർ. അതായത് 5-8 കിലോമീറ്റർ ഒരു ഓർഡർ എന്തായാലും കൊടുക്കാനുണ്ടാവും. നമുക്ക് എന്തായാലും പെട്രോൾ അടിക്കാം. ഇന്ന് നമുക്കൊരു 1000 രൂപ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ട്. സോ 500 രൂപയ്ക്ക് തന്നെ പെട്രോൾ അടിച്ചേക്കാം. അതെ, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു നമുക്ക് മൊത്തം ഇൻസെന്റീവ് സ്ലാബ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് പോയാലോ എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം നിൽക്കുന്നത് എന്റെ വീടിന്റെ അവിടെ നിന്നും ഒരു 20 കിലോമീറ്റർ മാറിയിട്ടാണ്. അപ്പൊ ഞാനിപ്പോ ഡ്യൂട്ടി ഓഫ് ആക്കിയിട്ട് 20 കിലോമീറ്റർ തിരിച്ച് അങ്ങോട്ട് പോവാന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എങ്ങാനും ഒരു ഓർഡർ കിട്ടി ആ ഒരു ഏരിയയിലേക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അത് കൊടുത്ത് അങ്ങ് വഴി പോകാമായിരുന്നു. പിന്നെ ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ 13 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോ ഒരു 11 ഓർഡറുടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവും. അറിയില്ല, എന്താണ് മൂഡ് പോലെ നോക്കണം. ഇനിയിപ്പോ ആ ഒരു ഭാഗത്തേക്ക് നടക്കാവ് ആ ഒരു എന്റെ ഒരു വീടിന്റെ ആ ഒരു ഏരിയയിലേക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം ചടക്കും, ഞാൻ വേഗം വീട്ടിൽ പോകും. അടുത്തൊരു ഓർഡറും കൂടെ അടിഞ്ഞിട്ടുണ്ട് 48 രൂപയുടെ. ഇതിന് എന്റെ പട്ടി എടുക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഇപ്പൊ ഓൾമോസ്റ്റ് 3:25 3:30 വരെ നമുക്ക് ഡ്യൂട്ടി എടുക്കേണ്ടതേ ഉള്ളൂ. പക്ഷെ വേറൊരു വിഷയം എടുത്തിട്ട് പറഞ്ഞുതരാം. തൽക്കാലം ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം തൽക്കാലത്തേക്ക്. ഇത് എടുക്കേണ്ടതല്ല കൊടുക്കേണ്ടത് പന്തീരാങ്കാവേക്കാണ്. പന്തീരാങ്കാവേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോയിട്ട് അവിടുന്ന് വീണ്ടും ഒരു 6 കിലോമീറ്റർ തിരിച്ചു, പിന്നെ അവിടുന്ന് ഇത് ഔട്ട് ഓഫ് സോൺ ഏരിയ ആണ്. തിരിച്ച് സോണിലേക്ക് വീണ്ടും ഒരു 5 കിലോമീറ്റർ, വീട്ടിലേക്കാണെങ്കിൽ 18 കിലോമീറ്ററിന്റെ അടുത്തുണ്ട്. അപ്പൊ അത് ടാസ്ക് ആണ്. ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാ, നമ്മൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4.5 മണിക്കൂറാണല്ലോ നമുക്ക് ഡ്യൂട്ടി ടൈം. അപ്പൊ 11 മണിക്ക് എന്റെ ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 3:30 വരെ ആയിരിക്കണം ഡ്യൂട്ടി അവസാനിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിനിടയ്ക്ക് ബാച്ച് ഓർഡർ വന്നാൽ കുടുങ്ങും. അപ്പൊ 3:26 ഒരു 4 മിനിറ്റ് കൂടെ നമുക്ക് കാത്തിരിക്കാം. ഈ 4 മിനിറ്റ് കഴിഞ്ഞ് 3:31 ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ബൈക്ക് ആൻഡ് മൊബൈൽ ഡ്യൂട്ടി ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ നമുക്ക് റിജക്റ്റ് ആവുകയും അതുപോലെ തന്നെ ഡ്യൂട്ടി ഓഫ് ആവുകയും ചെയ്യും. സോ നമുക്ക് ഷിഫ്റ്റ് കംപ്ലീഷനും കിട്ടും, ഇതുവരെയുള്ള ഓർഡറിന് എടുത്ത എമൗണ്ടും കിട്ടും, നമുക്ക് പെനാൽറ്റിയും കിട്ടൂല. ഇത് സ്ഥിരമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി കിട്ടും. ഇതേപോലെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ മാത്രം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പൊ സമയം കറക്റ്റ് 3:31 ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഹെൽപ്പിൽ പോവാ. ഹെൽപ്പിൽ പോയിട്ട് ഐ വാണ്ട് അൺഅസൈൻ മൈ ഓർഡർ കൊടുക്കുക, ചാറ്റ് വിത്ത് അസ് കൊടുക്കുക. എന്നിട്ട് നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ബൈക്ക് മൊബൈൽ ഇഷ്യൂ കൊടുക്കുക.
എന്നിട്ട് റിജക്റ്റ് ഓർഡർ ആൻഡ് സ്റ്റോപ്പ് ഡ്യൂട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഓർഡർ റിജക്റ്റ് ആയി. ദെൻ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യുക, നേരെ നമുക്ക് ഡ്യൂട്ടി അങ്ങോട്ട് ഓഫ് ആക്കിക്കളാം. അപ്പൊ ഇനി ഓർഡർ അടിയത്തുമില്ല, എന്നാൽ നമ്മുടെ ഷിഫ്റ്റ് കംപ്ലീറ്റും ആയി. നമ്മളിപ്പോ ഓടിയിരിക്കുന്നത് 90 കിലോമീറ്റർ ആണ്. 710 രൂപ എങ്ങാണ്ടാണ് തോന്നുന്നത്. 713 രൂപയാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏണിങ്സ് എന്ന് പറയുന്നത്. 14 ഓർഡർ ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തുതന്നെയാണെങ്കിലും നമുക്കിപ്പോൾ സോണിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഓർഡർ എടുക്കാനും കൊടുക്കാനും ഒക്കെ ഓടിയിരിക്കുന്നത് 90 കിലോമീറ്റർ ആണ്. ഞാൻ അപ്പ് ആൻഡ് ഡൗൺ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്കും പോകുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു 25 കിലോമീറ്റർ അധികം വരും. സോ 90 പ്ലസ് 25 ഓൾമോസ്റ്റ് ഒരു 115 കിലോമീറ്റർ ആയിരിക്കും ഇന്ന് ടോട്ടലി ഓടുക. ഓക്കെ, ഇനി ഇന്ന് കിട്ടിയ ഏർണിങ്സ് നോക്കാം. 843 രൂപയാണ് നമ്മുടെ ടോട്ടൽ വരുമാനം എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് പെട്രോളും പ്ലസ് നമ്മൾ മോരും വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒക്കെ എക്സ്പെൻസ് എല്ലാം കൂടെ റൗണ്ട് ഫിഗർ ആയിട്ട് 243 രൂപ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് തന്നെ കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ബാലൻസ് 600 രൂപയാണ് ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗണ്ട് ആയിരുന്നു. ശരിക്കും ഈ ചുരുങ്ങിയ ടൈം കൊണ്ട് നമുക്ക് 500 മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സർജൊക്കെ ഉള്ളതുകൊണ്ടാണ് 600ലേക്ക് എത്തിയത്. സോ ഇതാണ് നമുക്ക് വിഷു ദിനത്തിലെ ഏർണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.